അയ്യോ ദൈവമേ, ഇന്നും ലേറ്റ് ആയോ? എന്താ ആൻസി ഇന്നും ലേറ്റ് ആയാലോ? ഒത്തിരി വേഗം ഇറങ്ങിക്കൂടെ നിനക്ക്? മടുത്തു ഈ കൊച്ചിനും കൊണ്ട്. Some plants and animals show some morphological character by which they can be related to two different groups. Hence, they are called as connecting links. Example, in Peripatus, characters like segmented body, thin cuticle, and parapodia-like organs are present. See you in next class. Teacher. എന്തരീ നിനക്ക്? ബാഗ് വേണോ നിനക്ക്? ബാഗ് വേണോ? വലിയ ഓവറാക്കാൻ നിക്കണ്ട, ടീച്ചറിന്റെ മുമ്പിലും വലിയ ഷൈൻ ചെയ്യാൻ നിക്കണ്ട. നീ ആരാന്ന് വിചാരം? ഒന്ന് പോയേടി. അയ്യോ സിസ്റ്റർ, ഓടി. മോളെ ആൻസി, നിനക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? കുറച്ച് ദിവസമായിട്ട് നിന്നെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. നീ എന്നും റിസസിന് ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ടെങ്കിൽ സിസ്റ്ററിനോട് പറ കേട്ടോ. എന്ത് പറയാനാ സിസ്റ്റർ, എനിക്ക് അമ്മയൊന്നുമില്ല. അയ്യോ സാരമില്ല മോളെ, എല്ലാവരുടെ ജീവിതത്തിലും സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പഠിക്കണം കേട്ടോ. ഒരിക്കലും നീ വിഷമിക്കരുത്, നീ തളരരുത് മോളെ. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറ്റാനല്ലേ നമുക്ക് ബൈബിളുള്ളത്. ബൈബിളിൻ്റെ അതൊരു മനോഹരമായ വേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 8:31. ഇഫ് ഗോഡ് ഇസ് ഫോർ us, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് us? ഈ ബൈബിൾ വേഴ്സിനെ മോളുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കി നോക്കിക്കേ. എത്രയൊക്കെ അത്ഭുതങ്ങൾ മോളുടെ ജീവിതത്തിൽ നടക്കും എന്ന് നമുക്ക് നോക്കാം. വാ മോളെ, നമുക്ക് ഒരുമിച്ച് പോയി ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. മക്കളെ, നിങ്ങൾ ആരും വിധിക്കരുത്, പ്രത്യേകിച്ച് ആൻസീനെ. അവളൊരു അമ്മയില്ലാണ്ട് വളരുന്ന കുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അവളെ കൂടെ നിർത്തണം, ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. മനസ്സിലായോ? കെവിൻ, നീ വന്നാ? നീ വേഗം വന്നൂലോ. നിന്റെ ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞാ? അവര് വന്നില്ലേ? പോരെ ഹലോ, ബാഗ് നിങ്ങളുടെ അടുത്തുണ്ടല്ലോ. പിന്നെ മതി നമുക്ക് ഇരിക്കാം. ഇരിക്കും.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിനക്ക് എന്തുണ്ട് വിശേഷം? ഇന്നലെ നിങ്ങൾ ആരും വന്നില്ലല്ലോ ക്ലാസ്സില്. ഈ ബാഗ് അവിടെ വെച്ച? വെക്കടി എന്റെ ആർക്ക് വേണം ബാഗ്? അതെ അതെ, നമ്മളൊക്കെ വെറുതെ വരുന്നല്ലേ. സത്യം, ചുമ്മാ കാണിക്കാനില്ലാരും. പിന്നെ ആൻസി വന്നില്ലല്ലോ. ശരിയാണ്, നാൻസി വന്നില്ല. അതെന്താ ആൻസി വരാത്തെ? ആർക്കറിയാം, പാവം ഇന്നലെ കൊറേ പണിയുണ്ടായിരുന്നു തോന്നുന്നു. അതെ, ഇന്നലെ സിസ്റ്റർ പറഞ്ഞപ്പോഴേ നമുക്ക് റിയലൈസ് ആയത്. ആൻസി വന്നു വന്നു. വാ വാ ആൻസി വാ, ഇരിക്കും ആൻസി. നീ ഇന്നലെ ഹോംവർക്ക് ചെയ്ത ആൻസിയെ? നീ ടിഫിനൊക്കെ കൊണ്ടുവന്നോ ഇന്ന്? ഞാൻ പഠിപ്പിച്ചുതരാം നിനക്ക് ഇന്നലെ എന്നിട്ട് പഠിപ്പിച്ചേന്ന്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് പറയുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, വീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം.